സംസ്ഥാനത്ത് ആശാവർക്കർമാരുടെ സമരം വലിയ ചർച്ചയാകുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ആശാവർക്കർമാർക്ക് മതിയായ പ്രതിഫലം ലഭിക്കുന്നില്ല. എന്നാൽ അവരുടെ നീതി നിഷേധിക്കുന്നത് ആരാണ്? ആർക്കെതിരെയാണ് അവർ സമരം നടത്തേണ്ടത്? സംസ്ഥാന സർക്കാരിനെതിരെയാണോ അതല്ല കേന്ദ്ര സർക്കാരിനെതിരെയാണോ എന്ന് ഇതിൽ ആശാവർക്കർമാർ തന്നെ അതിനുള്ള ഉത്തരം പറയുന്നു. കേൾക്കാം ആശാവർക്കർമാരുടെ വാക്കുകൾ. ഞാൻ നാണമൂഴി പഞ്ചായത്തിലെ 8ാം വാർഡിൻ്റെ ആശാ വർക്കർ. എൻ്റെ പേര് ഓമന KR. ഞങ്ങൾക്കിപ്പോൾ ഈ ഓണറേറിയം 7000 രൂപ തരുന്നത് കേരള സർക്കാരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിലാണ് നമ്മൾ സമരം ചെയ്യേണ്ടത്. നമസ്കാരം, ഞാൻ കുന്നന്താനം പഞ്ചായത്തിലെ 5ാം വാർഡിലെ ആശാ വർക്കറാണ്, മല്ലപ്പള്ളി ഏരിയയിലെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ ജീവനക്കാരായിട്ടാണ് ഞങ്ങൾ ആശാ വർക്കറായിട്ട് 2008 കയറിയത്. ഇന്നും ഞങ്ങളെ അംഗീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്, അല്ലാതെ കേരള സർക്കാരല്ല. ഈ സമരം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിനോടാണ് നമ്മൾ സമരം ചെയ്യേണ്ടത്. പാർലമെൻറ്റിൻ്റെ മുന്നിലാണ് നമ്മൾ ഈ സമരം നടത്തേണ്ടത്. നമുക്കിപ്പോൾ ഏത് സംസ്ഥാനത്തെ അപേക്ഷിച്ച് നോക്കിയാലും പിണറായി സഖാവാണ് ഞങ്ങൾക്ക് 7000 രൂപ ഇപ്പോൾ ഓണറേറിയം തരും. ഇതിപ്പം നമുക്ക് നിസ്സാരം തുച്ഛമായ ഇപ്പം തന്നെ ഇത്രയും 7000 രൂപ നമുക്ക് തരുന്നത് നമ്മുടെ കേരള സർക്കാരാണ്. അപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഇറമ്പിലാണ് നമ്മൾ ഈ സമരം ചെയ്യേണ്ടത്, അല്ലാതെ കേരള സർക്കാരിൻ്റെ ഇറമ്പിലല്ല. അതാണ് എൻ്റെ അഭിപ്രായം. നമ്മളെ കേന്ദ്രം ജീവനക്കാരായി അംഗീകരിക്കുകയും ചെയ്യണം. കേന്ദ്രം 1 രൂപ പോലും ഓണറേറിയം തരുന്നില്ല. സംസ്ഥാനമാണ് 7000 രൂപ ഓണറേറിയം തരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവാണ് 3000 രൂപ ഫിക്സഡ് ഇൻസെൻറ്റീവ്. അത് 40:60. 60 രൂപ കേന്ദ്രവും 40 രൂപ സംസ്ഥാനവും. ജനറൽ ഇൻസെൻറ്റീവ് ഉണ്ട്, അതും 60 രൂപ കേന്ദ്ര ഗവൺമെൻറ്റും 40 രൂപ സംസ്ഥാന ഗവൺമെൻറ്റും. ഇങ്ങനെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആശാ വർക്കർമാർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആർക്കെതിരെയാണ് സമരം നടത്തേണ്ടത്. കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജിൻ്റെ വാഹനത്തിന് മുൻപിലേക്ക് യൂത്ത് കോൺഗ്രസ് എടുത്തു ചാടി ഒരു സമരം നടത്തി. പക്ഷേ മന്ത്രി അവരോട് ചില ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ചു. മന്ത്രിയുടെ ചോദ്യത്തിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിപതറി. ആ ചോദ്യവും അതിന്റെ ദൃശ്യങ്ങളും കാണാം. ഉമ്മൻചാണ്ടി സർക്കാർ ആശാ വർക്കർമാരെ കാര്യമായി പരിഗണിച്ചില്ല. അതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രകോപനം സൃഷ്ടിച്ചത്. ഇനി അറിയാനുള്ളതാണ്, കേരളവും കേന്ദ്രവും കോൺഗ്രസ് ഭരിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അന്ന് ആശാ വർക്കർമാരുടെ ന്യായമായ അവകാശം കേന്ദ്ര സർക്കാരിൽ നിന്ന് മേടിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചോ? കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ആശാ വർക്കർമാരെ പരിഗണിച്ചിരുന്നോ? ഇല്ല എന്നാണ് CITUവിൻ്റെ സംസ്ഥാന ഭാരവാഹിയും ആശാ വർക്കർ കൂടിയായ പ്രഭാവതി പറയുന്നത്. UDFൻ്റെ കാലഘട്ടത്തിൽ 300 രൂപ, VS ഗവൺമെൻറ് കാലത്ത് 300 രൂപ തുടക്കം കുറിച്ചു. അതിനുശേഷം വന്നിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അത് 100 രൂപ പതുക്കെ കൂട്ടി, ഓരോ വർഷം 100 രൂപ കൂട്ടി 1000 രൂപയിലേക്കാണ് അവർ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കേന്ദ്രവും കേരളവും ഒരേ ടൈമിൽ UDF ഭരിച്ച കാലഘട്ടമായിരുന്നു. പക്ഷേ 1 രൂപ പോലും നമ്മളെ കൂട്ടിത്തരാനോ അതുപോലെ ജീവനക്കാരെ അംഗീകരിക്കാനോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു സഹായത്തിലേക്കും ഈ UDF ഗവൺമെൻറ് വന്നിട്ടില്ല. ആശാ വർക്കർമാരെയും കൊണ്ട് അമിതമായി ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇത് വസ്തുതയാണ്. ആരാണ് യഥാർത്ഥത്തിൽ ആശാ വർക്കർമാരെ കൊണ്ട് അമിതമായി ജോലി ചെയ്യിപ്പിക്കുന്നത്? ആശാ വർക്കർമാരെ സംബന്ധിച്ച് നമ്മൾ എടുക്കേണ്ട ജോലി, സംസ്ഥാനത്ത് ചെയ്യേണ്ട ജോലി, അത് സർക്കാരിൻ്റെ കൃത്യമായ ഒരു മാനുവലുണ്ട് ഓർഡറിനകത്ത്. 8 മണിക്കൂർ ജോലി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു 10 ദിവസമേ ഉള്ളൂ. ബാക്കിയുള്ള ടൈം ഒരു ആശയുടെ ടൈമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ് എല്ലാ വർഷവും നിരവധി പദ്ധതികൾ ആശമാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഇപ്പം ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടൊരു സർവേ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്ദ്രധനുഷുണ്ട്. ഇന്ദ്രധനുഷ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർവേയാണ്. അതോടൊപ്പം തന്നെ അശ്വമേധമുണ്ട്, കുഷ്ഠരോഗ നിവാരണ യജ്ഞം. ഇപ്പം നമ്മൾ കണ്ടു TB നിർമ്മാർജ്ജന യജ്ഞം, 100 ദിന കർമ്മ പരിപാടി, ഈ പൾസ് പോളിയോ, ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് പ്രൊജക്റ്റാണ്. അവരാണ് ഈ സ്റ്റേറ്റ് ഇന്ത്യ ഒട്ടുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. ഈ ജോലി ചെയ്യുന്നത് താഴെത്തട്ടിൽ ആശാ വർക്കർമാരാണ്, ഞങ്ങളെപ്പോലെയുള്ളവരാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ജോലി ചെയ്യുമ്പോൾ അർഹമായ വേതനം കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലയാണ്. പക്ഷേ ഇത് സംസ്ഥാനത്തേക്ക് വരുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. ഞങ്ങൾ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ജോലി ചെയ്യുമ്പോൾ നമ്മളെ ജീവനക്കാരെ അംഗീകരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. ആശാ വർക്കർമാരുടെ ന്യായമായ ആവശ്യത്തിനു വേണ്ടി CITUവിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ ആസ്ഥാനങ്ങളിൽ സമരം ആരംഭിച്ചിരിക്കുകയാണ്. പലർക്കും ഒരു സംശയമുണ്ട്, SUCIയും കോൺഗ്രസും സമരം ഏറ്റെടുത്തതിന് പിന്നാലെയാണോ CITUവിൻ്റെ സമരമെന്ന്. സ്വാഭാവികമായി CITUവിൻ്റെ സമരങ്ങളെ അവഗണിച്ച മാധ്യമങ്ങൾ കാണുന്ന ആളുകൾക്ക് ഇത്തരമൊരു സംശയം തോന്നും. എന്നാൽ അങ്ങനെയല്ല.
ദീർഘനാളായി ഈ വിഷയത്തിൽ CITU സമരം ചെയ്ത് വരികയാണ്. ഞാൻ ഒരു ആശാ വർക്കറാണ്. പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന ആശാ വർക്കറാണ്. അതോടൊപ്പം തന്നെ ആശാ വർക്കേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന സമരം ശരിക്കും അത് പാർലമെൻറ്റിന് മുമ്പിൽ നടക്കേണ്ടതാണ്. നമ്മളെ ജീവനക്കാരായി അംഗീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിൽ കഴിഞ്ഞ 17 വർഷമായി ജോലി ചെയ്യുന്നവരാണ് ആശാ വർക്കർമാർ, ഞങ്ങളെല്ലാവരും. അതിനെ ശരിക്കും കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരായി അംഗീകരിച്ചുകൊണ്ട് വേണ്ട ആനുകൂല്യങ്ങൾ തരേണ്ടത് കേന്ദ്ര സർക്കാരാണ്. പക്ഷേ അവരുടെ സമരം രാജ്ഭവൻ്റെ മുമ്പിലേക്കോ പാർലമെൻറ്റിന് മുമ്പിലേക്ക് മാറ്റണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. നമ്മൾ ആദ്യഘട്ടത്തിൽ 1-2 ദിവസം 1-2 മണിക്കൂർ ജോലി ചെയ്താൽ മതി എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതിനുശേഷം ജോലിഭാരം കൂടിയ സമയത്താണ് CITU വേണം, നമുക്കൊരു യൂണിയൻ വേണം എന്നുള്ള ആശയത്തിലേക്ക് ആശമാർ വരുന്നതും CITU നമ്മളെ സംഘടിപ്പിക്കുന്നതും. അതിനുശേഷം നാളിതുവരെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് മുതൽ അതുപോലെ തന്നെ രാജ്ഭവൻ, പിന്നെ സെക്രട്ടേറിയറ്റ് എന്ന് വേണ്ട പഞ്ചായത്ത് തലം വരെ നമ്മൾ സമരങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. പഞ്ചായത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഓരോ PSCയുടെ മുമ്പിലും തനതായ വിഷയങ്ങൾ വരും. ജോലികൾ ആശമാരെ കൊണ്ട് കൂടുതലായി ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മുടെ ഡ്യൂട്ടിക്ക് അനുസരിച്ചുള്ള ജോലിയല്ല പല പ്രദേശങ്ങളിലും തരുന്നത്. അവരുടെ ചില ഉദ്യോഗസ്ഥർ, എല്ലാവരെയും നമ്മൾ കുറ്റം പറയുന്നില്ല, ചില ഉദ്യോഗസ്ഥർ അവർക്ക് ചെയ്യേണ്ട ജോലിയും കൂടി ആശമാരെ കൊണ്ട് എടുപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ആശമാർ പറയുന്നത് ഞങ്ങൾക്ക് ജോലിഭാരം കൂടിയെന്നുള്ളത്. അത് ഒരു പരിധിവരെ സത്യസന്ധമായ കാര്യം തന്നെയാണ്. പ്രതികരണശേഷി ഇല്ലാത്തവരെ കൊണ്ട് കൂടുതലായിട്ട് ജോലി ചെയ്യിപ്പിക്കുന്ന പ്രവണത നമുക്കിടയിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ എല്ലാം CITU ശക്തമായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ 6-7 തീയതികളിൽ നമ്മൾ നടത്തിയിട്ട് DHSന് മുമ്പുള്ള സമരം നമ്മുടെ ജോലിഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയും ഉപാധിരഹിതമാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ശൈലി OTP സംവിധാനം മാറ്റുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു പോരാട്ടം നമ്മൾ നടത്തിയിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ജോലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയ, ജോലിഭാരം കുറയ്ക്കുക, ഇതിനെ സംബന്ധിച്ചുള്ളതെല്ലാം CITU വലിയ പ്രക്ഷോഭത്തിലൂടെ നമ്മൾ ഒരു പരിധിവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന അടക്കം. ഇനിയും നമുക്ക് ആവശ്യം നമ്മളെ ജീവനക്കാരെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ CITU നേതൃത്വത്തിൽ ശക്തമായ ഒരു സമര രീതിയിലേക്ക് നമ്മൾ പോവുകയാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന സമര പോരാട്ടങ്ങൾ നമ്മുടെ അഖിലേന്ത്യാ കമ്മിറ്റി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നും നാളെയും സംസ്ഥാന വ്യാപകമായി CITU നേതൃത്വത്തിൽ ആശമാരുടെ വമ്പിച്ച സമരം നടക്കുകയാണ്. അതിനാണ് ഇപ്പം നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. കേന്ദ്ര സർക്കാരിനോടാണ് സമരം ചെയ്യുന്നത്. അതെ, കേന്ദ്ര സർക്കാരിനോട് സമരം ചെയ്യുന്നത്. നമ്മൾ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനോട് തന്നെയാണ് നമ്മൾ സമരം നടത്തുന്നത്, സംസ്ഥാന ഗവൺമെൻറ്റിനോടല്ല. സംസ്ഥാന ഗവൺമെൻറ്റിനോട് ജോലിയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചുമാണ് നമ്മൾ പറയാറ്. പക്ഷേ നമ്മുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പെൻഷൻ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും കേന്ദ്ര സർക്കാർ തന്നെയാണ് നൽകേണ്ടത്. അതിനെതിരെയുള്ള പോരാട്ടത്തിലാണ് CITU ഇപ്പോൾ ഉള്ളത്. ഞാൻ MB പ്രഭാവതിയാണ്, ആശാ വർക്കറാണ്. ആശാ വർക്കേഴ്സിൻ്റെ CITUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. ഒരു സംശയവുമില്ല, ആശാ വർക്കർമാർക്ക് മാന്യമായ പ്രതിഫലം കിട്ടണം, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കണം. ഇതിന് സംസ്ഥാനം ഒറ്റക്കെട്ടായി നിൽക്കണം. ഇതിൽ രാഷ്ട്രീയമായി പരസ്പരം കുറ്റപ്പെടുത്തലല്ല ആവശ്യം. ആശാ വർക്കർമാർക്ക് വേണ്ടി കേരളം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് വേണ്ടത്.